ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ വിപണിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു വിപണി സ്വീകരിച്ചത്. ഇന്നലെ നിഫ്റ്റി 50യിൽ നമ്മൾ കണ്ടത് 26,052 എന്നൊരു നിലയിൽ 142 പോയിൻ്റ് നേട്ടം, അതായത് 0.55% നേട്ടമാണ് നിഫ്റ്റി 50യിൽ കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 59,216 എന്നൊരു നിലയിലുള്ള ക്ലോസിംഗ് ആണ് എടുത്തത്. 316 പോയിൻറ്റിൻ്റെ ഒരു നേട്ടമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. 0.5% നേട്ടം ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലും കണ്ടു. ഇന്നലത്തെ വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച വിപണി 26,000 ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം അല്പം താഴോട്ട് പോയ വിപണി ഇന്നലെ വീണ്ടും 26,000 എന്നൊരു നില തിരികെ പിടിച്ചുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി 50 എടുത്തത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ ഒരു സർവ്വകാല ഉയരം കൂടി പുതിയതായി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു ഓൾ ടൈം ഹൈ നമ്മൾ നോക്കുമ്പോൾ 59,264 എന്നൊരു നിലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇന്നലെ NSEയിൽ ട്രേഡിംഗ് നടന്നത് 3,214ഓളം ഓഹരികളിലാണ്. അതിൽ 1,407ഓളം ഓഹരികൾ നേട്ടത്തിലും 1,691 ഓഹരികൾ ഇടിവിലുമാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 116 ഓഹരികൾ അൺചേഞ്ചഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് നടന്നു. 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 88 ഓഹരികൾ ഇന്നലെ 52 വീക്ക് ഹൈയിൽ ട്രേഡ് ചെയ്തു. 169 ഓഹരികളാണ് 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്ത്. ഇന്നലെ അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്ത ഓഹരികളുടെ എണ്ണം ആകെ 5 ആയിരുന്നു. ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തതിൽ 5 ഓഹരികളും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലോവർ സർക്യൂട്ട് എടുക്കുമ്പോൾ ഗ്രോയെ സംബന്ധിച്ച്, അതായത് IPOയുടെ ആ ഒരു IPOയുമായി വന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വലിയൊരു കുതിപ്പ്, ഏകദേശം 70% മുകളിലേക്കൊക്കെ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷം, തുടർച്ചയായി കുതിപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഗ്രോയിൽ ട്രേഡിംഗ് നടക്കുകയുണ്ടായത്. ഇനി നമുക്ക് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പ്രകടനം ഇന്നലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഫ്ലാറ്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്മോൾ ക്യാപ്പ് സൂചികയിൽ ഇടിവുണ്ടായിരുന്നു. എന്നാൽ മിഡ് ക്യാപ്പ് പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാലും ഒരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമൊന്നും മിഡ് ക്യാപ്പ് ഓഹരികൾ കാണാൻ സാധിച്ചിട്ടില്ല. ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് നോട്ടുള്ളൊരു നേട്ടമൊക്കെയാണ്, ഫ്ലാറ്റ് അല്ല, 0.3% നേട്ടം മിഡ് ക്യാപ്പ് ഓഹരികളിൽ നമ്മൾ കണ്ടിരുന്നു. സെക്ടറൽ ഇൻഡെക്സുകളിലേക്ക് ഒരു പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഇന്നലെ IT വലിയ രീതിയിലൊരു ഔട്ട് പെർഫോമൻസ് നടത്തി. 3%-ൻ്റെയൊക്കെ ഒരു നേട്ടമാണ് IT സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. PSU ബാങ്കിലോട്ട് വരുമ്പോൾ 1.16% നേട്ടം രേഖപ്പെടുത്തി. ഈ രണ്ട് സൂചികയിലുമാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. കൂടാതെ ഫൈനാൻഷ്യൽ സർവീസസ്, ഫാർമ, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG തുടങ്ങിയ സൂചികയിലൊക്കെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്നലെ മീഡിയ, എനർജി, റിയൽറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സൂചികയിലാണ് ഇന്നലെ പ്രധാനമായും നമുക്ക് ഇടിവ് കാണാൻ സാധിച്ചത്. ഇനി ഗ്ലോബലി നമ്മളൊരു US മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും NVIDIAയുടെ റിസൾട്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ശ്രദ്ധായമായ ഒരു വാർത്തയായിട്ട് നിൽക്കുന്നത്. ഏതായാലും $5,701 ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വരുമാനമാണ് ഇപ്പോൾ കമ്പനിയുടെ മൂന്നാം പാദഫലത്തിൽ വന്നിരിക്കുന്നത്. ഇതിൽ എക്സ്പെക്റ്റേഷനെ മറികടന്നുകൊണ്ടുള്ളൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓഹരിയിലൊക്കെ നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 3% അടുത്ത ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചു. മാത്രമല്ല വളരെ പോസിറ്റീവായ ഒരു വാർത്തകളെ തുടർന്ന് ആൽഫബറ്റ് ഓഹരികളിലൊക്കെ തന്നെ ഇന്നലെ ഒരു മുന്നേറ്റം നമുക്ക് US മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. US മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ തന്നെ USൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ആദ്യം നാസ്ഡാക്കിൻ്റെ ഒരു പ്രകടനം നോക്കാം. നാസ്ഡാക്കിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.59% നേട്ടമാണ്. S&P 500 0.38% നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ ഡൗ ജോൺസിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇടിവാണ് കണ്ടത്. ഫ്രൂട്ട്സെ 0.4% ഇടിവ്, CAC 40 0.18% ഇടിവ്, ഡാക്സിൽ 0.08% ഒരു ഫ്ലാറ്റ് ഇടിവും രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിക്കി 225ൽ ഇന്ന് മുന്നേറ്റം കാണുന്നുണ്ട്. 3% നേട്ടമാണ് നമുക്ക് കാണുന്നത്. ഹാങ്സെങ് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഷഹായ് കോമ്പോസിറ്റിലും 0.17% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇൻഹോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലെ ഒരു വ്യൂ നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിപ്പോൾ ബ്രെൻഡിൽ 0.2% നേട്ടമുണ്ട്. WT ക്രൂഡിലും 0.4% ഒരു നേട്ടമാണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഇപ്പോഴത്തെ ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ക്രൂഡിന്റെ കേസിൽ $58 ഇത് WTI ക്രൂഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. $58 ലെവലിനടുത്ത് നല്ല മികച്ച സപ്പോർട്ടും
$61.50 അടുത്ത് വളരെ മേജർ റെസിസ്റ്റൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ എടുക്കാവൂ. ടിൽ ദെൻ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരും. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഒരു ഇടിവ് കാണുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് ഗോൾഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 4075 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $4019 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കുമെന്ന്. ഇനി US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ NVIDIAയുടെ റിസൾട്ട് ഒരു എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു റിസൾട്ടൊക്കെയാണ് വന്നതായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നൊക്കെ തന്നെ മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് കാണാൻ സാധിച്ചിരുന്നു. പല ഓഹരികൾ ആൽഫബറ്റ് ഉൾപ്പെടെയുള്ള ഓഹരികളിലൊക്കെ നേട്ടമാണ് കണ്ടത്. ഡൗ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലൊരു നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.38% നേട്ടം. നാസ്ഡാക്കിലാകട്ടെ 0.5% മുകളിലേക്ക് ഒരു നേട്ടവും രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും അണ്ടർടോണിന്റെ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്കിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയതിനു ശേഷം നല്ല കനത്ത പ്രോഫിറ്റ് ടേക്കിന് 2 ഇൻഡസ്ട്രീസിന് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം അൺസർട്ടൺ ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 40,900 പോയിന്റിലായിരിക്കണം സ്റ്റോപ്പ്, 45,900 പോയിന്റിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈക്ക് അവസരം ലഭിക്കുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ 27,200 പോയിന്റിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സാർ, നമുക്ക് ഈ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് നമുക്ക് 26,000 എന്നൊരു നില വീണ്ടും തിരികെ പിടിക്കാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 0.5% മുകളിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതിന്റെ പ്രധാന കാരണം 25,100 പോയിന്റില് വളരെ 26,100 പോയിന്റില് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് നിഫ്റ്റി 50ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്ക് ആ ഒരു റെസിസ്റ്റൻസ് തൊട്ട് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നും നാളെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 26,100 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 25,300, 26,450. ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ പുതിയ ഒരു സർവ്വകാല ഉയരം ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു 11 മണിക്ക് ശേഷമുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കൃത്യമായ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് എടുക്കുകയുണ്ടായത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് 0.5% മുകളിലേക്ക് ഒരു നേട്ടം 59,216 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെയാണ്? So Nifty Bank Index in the case, undertone continues to be extremely bullish. In fact, Nifty 50 comparing rate. കഴിഞ്ഞ 2-3 മാസത്തിനിടെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമുക്ക് ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 59,350 പോയിന്റിലേക്കാണുള്ളത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് 500 മുതൽ 600 പോയിന്റിന്റെ നേട്ടം പ്രതീക്ഷിക്കാം. സാർ, ഇനി നമുക്ക് സ്റ്റോക്ക് ഇൻ വാച്ച് ലിസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് ഗ്രോയാണ്. ഗ്രോയെ സംബന്ധിച്ച് ലിസ്റ്റിങ്ങിന് ശേഷം മികച്ചൊരു നേട്ടമൊക്കെ ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ആദ്യമായ ഒരു ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു IPOയ്ക്ക് ശേഷം അധിക നാളായിട്ടില്ല ഓഹരി ഇപ്പോൾ ട്രേഡിംഗ് തുടങ്ങിയിട്ടെങ്കിലും താങ്കളുടെ ഒരു വ്യൂ ഗ്രോയിൻ്റെ ഓഹരികൾ ഇപ്പോൾ എന്താണ്? ഗ്രോയിന്റെ കേസിൽ നമുക്ക് ചാർട്ട് അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ ലഭ്യമാണ്. കാര്യം ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. എങ്കിലും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 160 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം.
കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഉള്ളത് വെബ്സോൾ എനർജിയാണ്. വെബ്സോളിനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിങ്ങിൽ 2.28% ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. താങ്കളുടെ ഈ ഒരു സ്റ്റോക്കിലെ ടേക്ക് എന്താണ്? വെബ്സോളിന്റെ കേസിൽ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കനത്ത സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർച്ചയെ മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിലെ പൊസിഷൻ മൈൻഡ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തൊരു ഓഹരി ഇ പാക്ക് ആണ്. ഇ പാക്കിനെ സംബന്ധിച്ച് 2% ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ വളരെ ബിയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഇ പാക്കിന്റെ കേസിൽ നവംബർ 24 മുതൽ തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർച്ചയായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി ആ പൊസിഷൻ മൈൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത ഓഹരി കെയ്ൻസ് ടെക്നോളജീസ് ആണ്. കെയ്ൻസിനെ സംബന്ധിച്ച് ഇന്നലെ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 1.4% നേട്ടമാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. മാർച്ചിന് ശേഷം ഓഹരിയിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 50% നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മാസവും കഴിഞ്ഞ മാസവും നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഓഹരിയിൽ കാണുന്നുണ്ട്. കെയ്ൻസിൽ താങ്കളുടെ ടേക്ക് എന്താണ്? Vishnu, Keynes again is a small cap stock, and the stock in the case ഒത്തിരി volatility കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള പെർഫോമൻസ് നോക്കുമ്പോഴേക്കും കനത്ത സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് വേർച്ചയും മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5650 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സാർ, അടുത്ത ഓഹരി IMFA ആണ്, അതായത് ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ്. ഓഹരിയെ സംബന്ധിച്ച് മെയ്ക്ക് ശേഷം നോക്കുമ്പോൾ വളരെ ബുള്ളിഷ് ആയിട്ടൊരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഓൾമോസ്റ്റ് ഒരു 145% ഒരു നേട്ടം ഓഹരി നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ 4.5% നേട്ടത്തിൽ 1343 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഓഹരിയിൽ ഈ ഒരു മുന്നേറ്റം തുടരുമോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? IMFA നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 5-8 മാസത്തിനിടെ നിഫ്റ്റി ഇൻഡെക്സിന് ഔട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് അഗെയിൻ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1240 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1400. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1450, അതിനുശേഷം 1480 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഇനി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. മാർച്ചിന് ശേഷം തുടർച്ചയായ 3 മാസം നേട്ടം നൽകിയ ഓഹരി പിന്നീട് അങ്ങോട്ടൊരു 3 മാസം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് നേരിയ ഒരു കൺസോൾട്ടേഷനും കാണുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചു. ഇനി മുന്നോട്ടൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു നല്ല ഹെൽത്തി കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 1410 കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സൈഡ്വേസ് മൂവ്മെന്റിൽ നിന്ന് ബ്രേക്ക് ഔട്ടിന് ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1565 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1590, 1610, 1625, 1650. സാറിന് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ ഏകദേശം 4.5% മുകളിൽ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞൊരു മാസവും ഈ ഒരു മാസവും നോക്കുമ്പോൾ മുന്നേറ്റം ഓഹരിയിൽ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വോളിയം ഈ ഒരു ഓഹരിയിൽ ഇൻക്രീസ് ആകുന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ഇപ്പോൾ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല.
സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് പല ഇൻഡിസസിനെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 41 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അടുത്തത് മോഷിപ്പ് ടെക്നോളജീസ് ആണ്. 0.5% മുകളിലേക്ക് ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 224 കറൻറ്റ് ട്രേഡിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു നേട്ടത്തിന് ശേഷം ഈ ഒരു മാസം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 10% ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ഒരു മാസം. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ എമോസ് ചിപ്പിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുക. ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ സ്റ്റോക്ക് 210 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 240 രൂപ. ഇനി അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. 7459 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരി ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തുള്ളൊരു ലെവലിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേമിൽ സൈഡ് വേസ് ടു ഒരു ബെയറിഷ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 7200 രൂപ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് JP പവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ വലിയൊരു മുന്നേറ്റമാണ് ഓഹരി നടത്തിയത്. 14% അധികം ഒരു നേട്ടം രേഖപ്പെടുത്തി. 20 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് മാർച്ചിന് ശേഷം ഒരു ട്രേഡിംഗ് ഓവറോൾ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് കാണുന്നുണ്ട്. 58% നേട്ടം മാർച്ചിന് ശേഷം നൽകിയതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. ജയപ്രകാശ് പവർ, JP പവർ വെഞ്ചേഴ്സ്. Vishnu, JP Power is a small cap company and ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആണ് നടക്കുന്നതായിട്ട് കാണുന്നത്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഒരു മികച്ച പെർഫോമൻസോ ഹെൽത്തി റേഷ്യോസോ നമ്പേഴ്സോ ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ കമ്പനിയുടെ കേസിൽ നമുക്ക് ഒത്തിരി റൂമേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി ഒരിക്കലും ഒരു ട്രേഡിംഗ് അഡ്വൈസ് നൽകത്തില്ല. അടുത്തത് CG പവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1.32% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. 724 എന്നൊരു പ്രൈസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CG പവറിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? CG പവറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം അല്പം വീക്ക് ആയിട്ട് കാണുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 710 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് നമുക്ക് IOB ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. IOBയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, സാർ എനിക്ക് ആ ഒരു ഡേറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഡേറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു വ്യൂ പറയാമോ? IOBയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മളൊരു പൊസിഷൻ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും കറന്റ് ലെവൽസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 37.80 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിലും നമ്മളൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 41.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. PSBയുടെ കേസിൽ നമ്മൾ 32.90 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ 41 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ ഒരു സ്റ്റോക്ക് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിന്റെ കേസിൽ 32.50 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
സാറിന് ബി എസ് സിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2% മുകളിലേക്ക് ഒരു നേട്ടത്തിൽ 2898 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ജൂണിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് 3 മാസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. എന്നാൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം കഴിഞ്ഞ മാസവും ഈ മാസവും ഒരു മികച്ച മുന്നേറ്റം നടത്തി ആ ഒരു ഓൾ ടൈം ഹൈയുടെ അരികിലേക്ക് ഇപ്പോൾ ഓഹരി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബി എസ് സിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? BSCയുടെ കേസിൽ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ നമ്മൾ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3040. ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കും. ഇനി പ്രീകോളിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് 4.64% നേട്ടത്തിൽ 661 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ മാസം 25% നേട്ടം ഇപ്പോൾ ഓഹരിയിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഇൻക്രീസ് ആയിട്ട് കൂടി കാണുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? പ്രീകോളിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമ്മൾ കണ്ടിരിക്കുന്ന ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കും. ഇനി ഏഞ്ചൽ വൺ ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഇന്നലെ 0.73% നേട്ടം രേഖപ്പെടുത്തി 2813 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഏഞ്ചൽ വണ്ണിൻ്റെ ഓഹരികളിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു നല്ല റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റിക്കവറിയെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2720 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 2970 രൂപ, അതിനുശേഷം 3030, 3080 ആൻഡ് ഫൈനലി 3200. സാറിന് നമുക്ക് ഗബ്രിയേൽ ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 13% നേട്ടത്തിൽ 1116 എന്നൊരു നിലയിലാണ് ഓഹരിയിൽ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, ഗബ്രിയലിന്റെ കേസിൽ നമ്മൾ ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്ക് മുന്നേറിയ ഏകദേശം 600 രൂപയിൽ നിന്ന് 1360 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ബട്ട് ആ ഒരു ലെവല് സെപ്റ്റംബർ മാസത്തിൽ എത്തിയതിനു ശേഷം വലിയ ഹെവി സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1200 മുതൽ 1280 ഈ റേഞ്ചിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സാറിന് ഈ ഗോൾഡ് യാമിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഗോൾഡ് യാം നോക്കുമ്പോൾ 2% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 377 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ടേക്ക് എന്താണ്? ഗോൾഡ് യാം ഇന്റർനാഷണൽ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 360 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തതിന് നമുക്ക് അറിയേണ്ടത് ബ്രിഗേഡിനെ പറ്റിയാണ്. ബ്രിഗേഡിൻ്റെ ട്രേഡിങ്ങിൽ നമുക്ക് കാണുന്നത് ഒരു ഫ്ലാറ്റ് ഇടിവായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. 925 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബ്രിഗേഡിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ബ്രിഗേഡ് മാത്രമല്ല ഓൾമോസ്റ്റ് എൻറ്റയർ റിയാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്സിലൊക്കെ തന്നെ ഈ സെക്ടറിൽ തന്നെ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 850 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നതാണ്. സാറിന് ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ വ്യൂ ആണ് അറിയണത്. ലിസ്റ്റിങ്ങിന് ശേഷം നോക്കുമ്പോൾ ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡ് ചെയ്തത്. 320 എന്നൊരു പ്രൈസാണ് ഇപ്പോൾ കാണുന്നത്. ടാറ്റ ക്യാപിറ്റലിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഇതേ ഫോറത്തില് ഒത്തിരി തവണ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്വൈസസ്, നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ IPO മാർക്കറ്റ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ്
large majority of the IPO stocks are overvalued. അതിന്റെ പ്രധാന ഒരു റീസൺ എന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഇസ് ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. അവർ ഈ IPO വരുന്ന സമയത്ത് പല സ്റ്റോക്സിനെ ഓവർ വാല്യൂ ചെയ്തിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പുതിയ ഇൻവെസ്റ്റേഴ്സിനും നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു IPO വന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ആ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ടാറ്റ ക്യാപിറ്റലിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 317 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. സാറിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ 3 മാസം നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നത്. 1% നേട്ടം ഇന്നലെ രേഖപ്പെടുത്തി 982 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ലോങ് ടൈം ഒരു വ്യൂ, ഒപ്പം താങ്കളുടെ നിലവിൽ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? SBIയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. SBI ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ. IOSL ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നിന്ന് 3 മുതൽ 8% നേട്ടം പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി അറിയേണ്ടത് HP അദേസീവ് ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.7% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. ഓഹരിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഫെബ്രുവരി 2024 ശേഷം വളരെ ബെയറിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? So HPI Adhesives is again a small cap stock. ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. 2024 തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 45 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സാറിന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1699 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 0.63% ഇടിവായിരുന്നു ഷിപ്പ്യാർഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ 1580 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 1820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി പരാസ് ഡിഫൻസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ 3 മാസത്തിലെ ട്രേഡിങ്ങിൽ ഓഹരി നേരിയ നേട്ടം രേഖപ്പെടുത്തി ട്രേഡിംഗ് തുടരുകയാണ്. 2% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ എന്നാൽ കണ്ടത്. 721 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പരാസിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, നമുക്ക് പരാസ് ഡിഫൻസ്, ഭാരത് ഡൈനാമിക്സ്, ഗാർഡൻ റീച്ച്, ഷിപ്പ് ബിൽഡേഴ്സ് മുതലായ ഒത്തിരി ഡിഫൻസ് ഓഹരികൾ നമുക്ക് കഴിഞ്ഞ ഒരു 10-15 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ പറഞ്ഞ സ്റ്റോക്സിലൊക്കെ ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2-3 സെഷൻസിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിലൊക്കെ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കുമെന്ന്. സാറിന് നമുക്ക് ഇനി അവസാനമായിട്ട് അറിയേണ്ടത് നമുക്കൊരു സെക്ടറിൻ്റെ വ്യൂ ആണ്. IT സൂചികയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. 3% മുകളിലേക്കൊരു നേട്ടം ഒരു സമയം രേഖപ്പെടുത്തിയും എന്നാൽ 2% മുകളിൽ 3% തൊട്ടടുത്തായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ IT സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു IT സൂചികയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, IT സൂചികയെ കുറിച്ച് നമ്മളായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതേ ഫോറത്തിൽ ആദ്യമായിട്ട് ഇതിന്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിച്ച് ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന് മുമ്പായിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. അന്ന് നമ്മൾ ഇതിനെ അനൗൺസ് ചെയ്ത ഇറ്റ് വാസ് ആസ് എ ഡാർക്ക് ഹോർസ് ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് നമ്മുടെ ആ ഒരു അനാലിസിസ് വാസ് സ്പോട്ട് ഓൺ. ആൻഡ് അതിനുശേഷമുള്ള ഈ റിക്കവറിയെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് IT ഇൻഡെക്സിന്റെ കേസിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ലെവൽസ് ആദ്യത്തെ 37,200, അതിനുശേഷം 37,500 ആൻഡ് ഫൈനലി 38,100. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പങ്കുവച്ചതിന്. താങ്ക് യു.
ഏതായാലും പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക, ഒപ്പം സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ ഞാനും എൻ്റെ കൂടെ സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും.